മന്ത്രിയാണോ? വാഹനമുണ്ട്. വാഹനം എന്ന് പറഞ്ഞാലോ നമുക്കറിയാം, കുറഞ്ഞ വാഹനം ഒന്നുമല്ല, 35 ലക്ഷമോ അതിലധികമോ വിലയുള്ള വാഹനങ്ങളാണ്. അതോ 4, 5 വർഷം, ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ മന്ത്രി കൊണ്ടു നടന്ന വാഹനം ഈ പ്രാവശ്യത്തെ മന്ത്രി കൊണ്ടു നടക്കില്ല. അങ്ങനെ വാഹനം തീർന്നില്ല. വസതി എല്ലാ പ്രാവശ്യവും ലക്ഷങ്ങൾ മുടക്കി പുനഃക്രമീകരണം നടത്തുന്ന വസതിയുണ്ട് ഓരോ മന്ത്രിക്കും. തീർന്നില്ല. പേഴ്സണൽ സ്റ്റാഫിന് എത്രയാണ്? അതായത് പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ മന്ത്രിക്ക് എന്ത് കിട്ടുമെന്നല്ലേ? മന്ത്രിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനല്ലേ ഈ പേഴ്സണൽ സ്റ്റാഫിനെ വെച്ചിരിക്കുന്നത്. എത്ര പേഴ്സണൽ സ്റ്റാഫാണ്? ഏറ്റവും കൂടുതലുള്ളത് 37 ആർക്കാണ് എന്ന് ഞാൻ പറയുന്നില്ല. 37 വരെ പേഴ്സണൽ സ്റ്റാഫ്. 25 അതിലെ ഏറ്റവും കുറവ് പേഴ്സണൽ സ്റ്റാഫ് ഉള്ളത് പ്രതിപക്ഷ നേതാവിനാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് എത്ര പേഴ്സണൽ സ്റ്റാഫ് എന്ന് നിങ്ങൾ തന്നെ നേരിട്ട് അദ്ദേഹത്തോട് ചോദിക്കുക. ബാക്കി എല്ലാവർക്കും 30ഓ അതിലധികമോ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ട്. പിന്നെ പ്രതിപക്ഷ നേതാവിന് മാത്രം അതിൽ താഴെ ആണ് പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം. അപ്പൊ ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കണം. 2 വർഷം കഴിഞ്ഞാൽ പിന്നെ അവർക്കൊക്കെ ആയുഷ്കാലം പെൻഷൻ കിട്ടേണ്ടവരാണ് ഈ പേഴ്സണൽ സ്റ്റാഫിന്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ പേഴ്സണൽ സ്റ്റാഫും മന്ത്രിക്കുള്ള ചെലവിന്റെ മന്ത്രിമാരുടെ ചെലവിന്റെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ ചെലവിന്റെ കൂട്ടത്തിൽ തന്നെയാണ് അത്. അവരുടെ വസതി, അതായത് മന്ത്രിമാർക്ക് വസതി, പിന്നെ അതുപോലെ തന്നെ അവർക്കുള്ള വാഹനം, അവർക്കുള്ള പേഴ്സണൽ സ്റ്റാഫ്, ഇതെല്ലാം അവരുടെ ചെലവിൽ തന്നെയാണ് വരേണ്ടത്. മാത്രമല്ല, ഇനി വസതി വിട്ട് അവരെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിലോ എവിടെയെങ്കിലും ഒക്കെ പരിപാടിക്ക് വേണ്ടി പോവുകയാണെങ്കിൽ അവർക്ക് അവിടെയൊക്കെ ഗസ്റ്റ് ഹൗസ് കാണും, ഫ്രീ ആയിട്ട് താമസിക്കാം. അപ്പോഴും വാടകയ്ക്ക് താമസിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഈ വാഹനം എന്ന് പറഞ്ഞാലോ ഒരു വില കൂടിയ വാഹനം മാത്രമല്ലല്ലോ. 1 കിലോമീറ്ററിന് ഇത്ര രൂപ എന്ന കണക്കിന് അതിന് പെട്രോൾ ചാർജും മെയിൻ്റനൻസ് ചാർജുകളും മറ്റെല്ലാം ഉണ്ട്. മന്ത്രിമാർക്കും മന്ത്രിയുടെ കുടുംബത്തിലുള്ളവർക്കും രോഗത്തിന് ചികിത്സ എല്ലാ ചെലവുകളും ഗവൺമെന്റ് എടുക്കും. ഓർമ്മയുണ്ടോ? ഇപ്പൊ അദ്ദേഹം മരിച്ചുപോയി, അതുകൊണ്ടത് പറയുന്നത് ശരിയല്ല. 1,92,00,000 രൂപ ചെലവ് പിന്നെ ചികിത്സയ്ക്ക് വേണ്ടി വാങ്ങിയ എം എൽ എ ആയിരുന്നപ്പോഴാ വാങ്ങിയ. പിൽക്കാലത്ത് അദ്ദേഹം മന്ത്രിയായി. ഇപ്പൊ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. എനിവേ, അങ്ങനെയുള്ളവർ, അതായത് എത്ര കണ്ട് ചെലവ് വന്നാലും ആ ചെലവെല്ലാം നമ്മുടെ ഖജനാവിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ മന്ത്രിയുടെ ശമ്പളം മാത്രമല്ല, മന്ത്രിയുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന പണവും എല്ലാം കണക്കിലെടുക്കുമ്പോഴേക്കും ഈ പറഞ്ഞ ശമ്പളം, അതായത് 97,429 രൂപ ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഒന്നുമല്ല. അതിനേക്കാൾ എത്രയോ മടങ്ങാണ് ഓരോ മാസവും അവര് വാങ്ങിക്കൊണ്ടിരിക്കും, ഖജനാവിൽ നിന്ന് എഴുതിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മന്ത്രിമാർക്കാണ് ഈ സംസ്ഥാനം ഇങ്ങനെ, അതായത് ധനപ്രതിസന്ധിയുടെ രൂക്ഷം എന്ന് വെച്ചാൽ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സംസ്ഥാനം ഫോം ചെയ്യപ്പെട്ടതിന് ശേഷം ഇത്രത്തോളം രൂക്ഷമായ ധനപ്രതിസന്ധി ഒരിക്കലും ഉണ്ടായിട്ടില്ല. സാധാരണക്കാരും മന്ത്രിമാരെക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലല്ല കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ബഹുമാനപ്പെട്ട മന്ത്രിമാർക്കും എം മാർക്കും എടുക്കാവുന്ന ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ഈ ശമ്പള പരിഷ്കരണം 2028 മതി എന്ന് വിചാരിക്കുക. അതായത് 10 വർഷത്തിലൊരിക്കൽ. അന്ന് ഞങ്ങളൊക്കെ മന്ത്രിമാരായിരിക്കോ? ആയിരിക്കയില്ല. അങ്ങനെ അല്ലെങ്കിൽ അന്ന് മന്ത്രിമാരാകുന്നവർക്ക്, അതായത് ഒരു 10 വർഷം കഴിഞ്ഞ് ശമ്പള പരിഷ്കരണം വേണ്ടു എന്ന് മന്ത്രിമാരും എം മാരും തീരുമാനിച്ചാൽ പിന്നെ താഴെ സർക്കാർ ജീവനക്കാരും എയ്ഡഡ് സെക്ടർ ജീവനക്കാരും, അതായത് സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരും ഈ 10 വർഷ ശമ്പള പരിഷ്കരണം അംഗീകരിക്കും. അവര് വാശിയോടെ മുൻപോട്ട് വരില്ല. അത് സംഭവിക്കുകയാണെങ്കിൽ കേരളത്തെ ധനപ്രതിസന്ധിയിൽ നിന്ന് വളരെ സുഖമായിട്ട് ചുരുങ്ങിയ ഒരു 5-10 വർഷത്തിനിടയ്ക്ക് നമ്മുടെ 2028 ആകുമ്പോഴത്തേക്കും, അതായത് ഈ ഇപ്പൊ ഡ്യൂ ആയിരിക്കുന്ന 5 വർഷ ശമ്പള പരിഷ്കരണം സർക്കാർ ജീവനക്കാർക്കും അർദ്ധ സർക്കാർ ജീവനക്കാർക്കും 10 വർഷത്തിൽ മതിയെന്ന് തീരുമാനിക്കുക. മന്ത്രിമാരും അങ്ങനെ തന്നെ തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ കേരളം 2028 ആകുമ്പോഴത്തേക്കും ധനപ്രതിസന്ധിയിൽ നിന്ന് സുഖമായി കരകയറിയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണണമെന്ന് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പ്രാവശ്യത്തെ മന്ത്രിമാരുടെ ശമ്പള പരിഷ്കരണം
MLA-മാരുടെ ശമ്പള പരിഷ്കരണം വേണ്ടെന്ന് വെക്കുക. അങ്ങനെ വേണ്ടെന്ന് വെക്കാനുള്ള ആ ഒരു ഇച്ഛാശക്തി, സ്വന്തം സംസ്ഥാനത്തെ സ്നേഹിക്കുന്നു, ജനങ്ങളെ സ്നേഹിക്കുന്നു, ജനങ്ങളെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ ആസ്തി വർദ്ധിപ്പിക്കുക, ഞങ്ങളുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, അതല്ല ജനസേവനം. ജനസേവനം എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ കടക്കണിയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട്, സംസ്ഥാനത്തെ ധനപ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട്, പാവപ്പെട്ടവർക്ക് ആശ്വാസം കൊടുത്തുകൊണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുത്തുകൊണ്ട് ഒക്കെ മുന്നേറുന്നതാണ് എന്ന ധാരണ കയ്യിലുണ്ടെങ്കിൽ ആ ധാരണയോടുകൂടി ശമ്പള പരിഷ്കരണം ഇപ്പൊ വേണ്ട, 2028 മതി എന്ന് തീരുമാനിക്കുക. അതായിരിക്കും ഏറ്റവും അഭിലഷണീയമായ തീരുമാനം.